ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ധാരാളം ഗുണങ്ങളൊക്കെയുള്ള പാലകച്ചീരയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളിയൊക്കെ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ സ്വാദ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വയന്ന് കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് ചീരയുടെ ഒപ്പം തന്നെ കിടന്നത് വെന്ത് കിട്ടിക്കോളും. സെപ്പറേറ്റ് ഒന്നും വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിന് ശേഷമാണ് നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കേണ്ടത്. പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീര ഇട്ടാൽ ഉടനെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതൊന്ന് താന്ന് കിട്ടും. അപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചീരയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചീര കുഴഞ്ഞു പോകാനും സാധ്യതയുണ്ട്. മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചീര തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.